നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. ഉം? Yeah. ഞാൻ വീട്ടിലുള്ളത് ഐ എം സോ ഹാപ്പി. ഹോസ്റ്റലിൽ നിന്ന് മാറി വീട്ടിലെത്തുമ്പം ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സൂപ്പറാണ്. ഇതെനിക്കിപ്പോൾ മനസ്സിലായി. പണ്ട് ഞാനിവിടെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ പിള്ളേർ, അതായത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, പി ജിക്ക് പഠിക്കുന്ന സമയത്ത് പിള്ളേർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, ഇവരെന്തിനാ എപ്പോഴും വെള്ളിയാഴ്ച കുറിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്, വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലാകുമ്പോൾ അതിൻ്റെ ഇങ്ങനെ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഒരു ഒരു ചെറിയൊരു ലീവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ലീവ് എടുത്തിട്ട് കോളേജിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് ട്രെയിൻ കയറി പോകുന്ന പിള്ളേർ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അപ്പം നമുക്ക് റെഡി ആവാം. എപ്പോഴത്തെയും പോലെ നമുക്ക് കുറച്ച് സൺസ്ക്രീനൊക്കെ ഉണ്ടാവും. സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സണ്ണും, പക്ഷെ എന്നാലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. മഴക്കാറുള്ളത് സൺസ്ക്രീൻ സണ്ണുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്യേണ്ടത്. അല്ലേ ഇനി നമുക്ക് നമ്മുടെ ഈ ലിപ് ലൈനറാണ് പറയുന്നത് വേണ്ടത്. തിരികെ വരയ്ക്കാൻ സാധനം മറന്നുപോയി. എന്നായിരുന്നു ഇത്? മൈൻഡ് കട്ടാവുന്ന ഇപ്പോൾ ജോലിക്ക് കയറിയ ശേഷം മൈൻഡ് ഫുൾ കട്ടാണ്. ഐബ്രോ പെൻസിൽ മനുഷ്യനെ നമ്മുടെ ഐബ്രോസ് സ്റ്റിഫൻ ചെയ്തു. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് എനിക്ക് ഇഷ്ടമായത്, ഇതാണ് എനിക്ക് അറിയുന്നത്. മറ്റുള്ള പ്രഷർ യൂസ് ചെയ്യും, എനിക്കൊരു വീട്ടിൽ അറിയില്ലേ വഴിയേരം യൂസ് ചെയ്യും. തരുവാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ലിപ് ലൈനർ. ദിസ് ഇസ് ലിപ് ലൈനർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിപ് ലൈനർ. ഇതിലൂടെ കഴിയാറായി. ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് പോകണം ഓഫീസിലേക്ക്, ഐ മീൻ കൊച്ചിയിലേക്ക്. ഭയങ്കര മടുപ്പാണ് പോകുമ്പോൾ. എല്ലാവരും വിചാരിക്കും കൊച്ചിയിലാണല്ലോ, കാവ്യ കൊച്ചിയിലെ ഭയങ്കര ഓക്കെ. ബാക്കി ബാലൻസ് വരുന്ന ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. നമുക്ക് പക്ഷേ ബ്ലഷ് ആക്കില്ല, ഒട്ടും കുഴപ്പമില്ലല്ലോ. ഒരു കാര്യം പ്രത്യേകിച്ചോ ഐലൈനർ ഒന്നും വരക്കാത്തോണ്ടൊരു പ്രോബ്ലം. ഓക്കെ, നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം. ഓക്കെ, റീസെൻ്റ്ലി വാങ്ങി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. ലൈക്ക് ഗുഡ് ഔട്ട് ബാറ്റ്. എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഒരു കഴിഞ്ഞ സൂപ്പറല്ലേ. അവനിടുമ്പോൾ കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഇതിൽ പിന്നെ വേറൊരു കഥയുണ്ട്, അതിപ്പോൾ ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ഗുഡ്. അപ്പം എൻ്റെ സ്ഥലം രസം എനിക്കറിയാം. അപ്പം നമുക്ക് പോവാം. ഓക്കെ, റെഡിയായതിനു ശേഷം ഞാൻ പാല് കഴിക്കുകയായിരുന്നു. പാല് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ പിതാജിയുടെ എൻട്രി. ഇതാണ് എൻ്റെ പിതാജി പ്രകീർത്ത്. അതിനുശേഷം ഞങ്ങൾ പോവുകയാണ്. ഞാനും എൻ്റെ ഏച്ചിയും പിന്നെ ചേച്ചിയുടെ മോനും കൂടി പോവായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഡാഡ് വണ്ടി എടുത്തിട്ട് വന്നു. ഇതാണ് ഞങ്ങൾ വണ്ടി. ആൻഡ് എൻ്റെ അച്ഛൻ എടുക്കാൻ പറഞ്ഞ ഫോൺ എൻ്റെ ഏച്ചിയുടെ മോൻ കൊടുത്തു. ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പോവുകയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ അച്ഛൻ അവരുടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു. അതിന് നിങ്ങൾ എത്തിയത് സ്നേക്ക് പാർക്കിലാണ്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ഫേമസ് സ്നേക്ക് പാർക്കാണ്. ദെൻ ഞങ്ങൾ അതിനുള്ളിലേക്ക് പോയി. അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് അവിടത്തേക്ക് പോകുന്നത്. പിന്നെ മോനെ അവിടെ എന്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് മീനുകളെ കാണാൻ വേണ്ടി പറ്റി. ഇതാണ് ഓസ്കാർ. ഇതിന് ഒരുപാട് വായിക്കൊള്ളാത്ത പേരുള്ള ഇതല്ല, വേറെ ഒരുപാട് മീനിനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നടന്നു പോയത് നേരെയാണ്. ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കണ്ടു. ഐ മീൻ വേറൊരു ആളുടെ സ്നേക്ക് പാർക്കിൽ വലിയ കാര്യമൊന്നുമില്ല, സാധനമൊന്നുമില്ല എന്നുള്ള സാധനം. പക്ഷേ ഇപ്പോൾ ഇവിടെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ. ഞാൻ കുറേ ആയി വന്നിട്ട് ഞാനും എൻ്റെ ഏച്ചിയും എൻ്റെ മോനും കൂടി ഇവിടുന്ന് എന്തൊക്കെയോ സെൽഫിക്ക് എടുത്തു. കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തിരക്കിനൊരു കുറവുമില്ല. എന്താ ആൾക്കാർ എന്തെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും. ആൻഡ് ഇതിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി. ഈ സാധനമൊന്നും ഞാൻ മുന്നേ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ആൻഡ് വളരെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇതാണ് ഐ തിങ്ക് ഇത് പെരുമ്പാമ്പാണ് അല്ലേ, എനിക്കറിയില്ല. ആൻഡ് നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
നല്ല രസമുള്ളൊരു മീനായിരുന്നു ഇത്. ഈ മീനിങ്ങനെ ഒഴുകുന്നത് കാണാൻ വിടുന്ന രസമുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ കുഴങ്ങനെ അടുത്താണ് പോയത്. ഔട്ട് ഫോക്കസ് ആയെങ്കിലും സാറില്ല. ഇപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം നമ്മൾ കണ്ടത് എമൂനെയായിരുന്നു. എമുക്കൊന്നും ഒരു തീരെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. മയിലാണെങ്കിൽ ഇങ്ങനെ തലക്കിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയാ, ഒരുപാട് ആൾക്കാരുടെ കൊണ്ട് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഏച്ചി ആൾക്കാരുടെ വീഡിയോ എടുക്കുക ഞങ്ങളെ മെയിനായിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ദെൻ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കാണുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു. അതിനുശേഷം ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഓട്ടോയില്. ദെൻ അതിനുശേഷം വീട്ടിലെത്തിയ ശേഷം എൻ്റെ അമ്മേൻ്റെ ചോറ് കഴിച്ചു കുറേ നാളത്തിന് ശേഷം. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.